കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ രൂപം നമ്മൾ അവസാനം കണ്ട ദൃശ്യങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മികച്ച ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള തരത്തിലൊക്കെയായിരുന്നു. ഇതിപ്പോൾ വളരെ മെലിഞ്ഞ് മറ്റൊരു രൂപത്തിലാണ് ഇന്ന് കണ്ട ദൃശ്യങ്ങളിൽ. ഒരുപക്ഷെ ആ ചിത്രം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഗോവിന്ദച്ചാമി എന്ന ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര തരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതെല്ലാം വളരെ ആസൂത്രിതമായി തന്നെ ചെയ്തതാണ് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ശ്രീജ, അത് തന്നെയാണ്. ഇത് വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ ജയിലിൽ നിന്ന് ഒരാൾക്ക് അഴിയൊക്കെ മുറിച്ച് പുറത്ത് കടക്കണമെങ്കിൽ, അതിനുശേഷം ഈ ജയിലിലെ മതിലുകളൊക്കെ കയറണമെങ്കിൽ അയാളുടെ ശരീരസ്ഥിതി ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ കൊടും ക്രൂരകൃത്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് സാധാരണ മനുഷ്യരെക്കാൾ, ഒരു ശരാശരി മനുഷ്യനേക്കാൾ ഏറെ ആരോഗ്യമുള്ള ഒരാളായിരുന്നു എന്നത് അന്നത്തെ ഇയാളെ പിടികൂടിയ പോലീസുകാരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഓടുന്ന ട്രെയിനിൽ നിന്നാണ് പെൺകുട്ടിയെ തള്ളി താഴേക്കിടുന്നത്. അതിനുശേഷം ഓടുന്ന ട്രെയിനിൽ വേഗതയിൽ പോകുമ്പോൾ തന്നെയാണ് ഇയാൾ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നതും. അവിടെ നിന്ന് വന്നിട്ടാണ് ഈ പെൺകുട്ടിയെ വലിച്ച് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അത്രത്തോളം ആരോഗ്യം ഇയാൾക്ക് ഉണ്ടായിരുന്നു. ഒരു കൈ ഇല്ല എന്ന് കരുതി, ഒരു കൈയുടെ പത്തിയില്ല എന്ന് കരുതി ഏതെങ്കിലും തരത്തിലൊരു അംഗവൈകല്യം അയാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇരട്ടി ആരോഗ്യമുണ്ടായിരുന്ന ഒരാൾ ആയിരുന്നു അയാൾ. പിന്നീട് തടിച്ച് വീർക്കുകയും ഒക്കെ ചെയ്തു. ആളുകളൊക്കെ വലിയ ആക്ഷേപമൊക്കെ പറഞ്ഞതാണ് അയാൾ ജയിലിൽ കിടന്ന് നല്ല ഭക്ഷണം കഴിച്ച് വീർത്തു വന്നു. പക്ഷേ ഇപ്പോൾ അയാളുടെ രൂപം കണ്ടാൽ അറിയാം എല്ലും തോലുമായിരിക്കുന്നു. പക്ഷേ എല്ലും തോലുമായിരിക്കുമ്പോഴും അയാൾ ഭക്ഷണം കഴിച്ച് അയാളുടെ ആരോഗ്യം നിലനിർത്തിയിരുന്നു. പ്രത്യേക ചോറ് കഴിക്കുന്നതൊക്കെ നിർത്തിയിരുന്നു. എന്നിട്ട് ചപ്പാത്തിയും മറ്റ് ഭക്ഷണവും മാത്രമാണ്. ജയിലിൽ അത്യാവശ്യം നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതിൽ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം കൃത്യമായി കഴിക്കാനും എക്സർസൈസ് ചെയ്ത് ബോഡിയൊക്കെ അതേപോലെ നിലനിർത്താനും ഒക്കെ, ഭാരം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു ജയിൽ ചാട്ടത്തിന് ഇങ്ങനെ ഒരു കയറിലൊക്കെ പിടിച്ച് കയറണമെങ്കിലും ഒറ്റയ്ക്ക് കയറണമെങ്കിലും ഒക്കെ ആവശ്യമാണെന്ന് അയാൾ കണ്ടിരുന്നു. കൈക്ക് ബലം കൂട്ടുക എന്നതും കണ്ടിരുന്നു. ഈ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയൊക്കെ രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന ഈ ജയിലൊക്കെ ചാടി പുറത്ത് വന്ന് ഓടി കിണറ്റിൽ ചാടിയിട്ട് കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പോലും നമുക്കറിയാം. പോലീസ് ഇട്ടുകൊടുക്കുന്ന കയറിൽ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇയാളെ പൊക്കി കയറ് മുന്നോട്ട് വലിക്കുമ്പോൾ അയാൾ പൊങ്ങി മുകളിലേക്ക് വരികയാണ്. സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് രണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ പോലും ചിലപ്പോൾ പൊങ്ങി വരുമ്പോൾ കൈയൊക്കെ വിട്ടുപോകും. ആ ബലത്തിൽ നിൽക്കാൻ കഴിയില്ല. നിരന്തരമായ പരിശീലനമുള്ള ഒരാൾക്ക്, നിരന്തരമായ തയ്യാറെടുപ്പുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അയാളെ അങ്ങനെ ഒറ്റ കൈയിലാണ്. അത് നമ്മൾ നേരിട്ട് കാണുകയാണ്. മറ്റേത് നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത് നമ്മൾ കാണുന്നുണ്ട് നേരിട്ട്. വിഷ്വൽ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ച് കിടക്കാനും അയാളുടെ ശരീരഭാരത്തെ നിലനിർത്തി മുകളിലോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അയാളുടെ ശരീരത്തെ, അതിൻ്റെ ഭാരം കുറച്ചിരുന്നു. ശരീരത്തിൻ്റെയും കൈയുടെയും ഒക്കെ ആരോഗ്യം, മസിലിൻ്റെയൊക്കെ ശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു മട്ടിലേക്ക് അയാൾ മാറിയിരുന്നത് ദീർഘകാലമായി തന്നെ അതിനുവേണ്ടിയുള്ള പരിശീലനം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യരൊക്കെ അങ്ങനെയാണ്. അവരിൽ പലരും ഈ അവരുടെ മനഃശാസ്ത്രമൊക്കെ വായിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്ത് പ്രയാസവും എടുക്കുകയും അതിനുവേണ്ടി നടപ്പാക്കാൻ വേണ്ടി എന്തും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു മുൻകരുതൽ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അയാൾ ആ തരത്തിലേക്ക് ആരോഗ്യമൊക്കെ വരുത്തി, ആ ശരീരഭാരം കുറച്ച് ശരീരത്തിൻ്റെ പരമാവധി മെല്ലിച്ച് എങ്ങനെയാണോ ഈ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന കായിക താരങ്ങൾ നിരന്തരമായ എക്സർസൈസിലൂടെ, ഭക്ഷണ നിയന്ത്രണത്തിലൂടെയൊക്കെ ശരീരം നിയന്ത്രിക്കുക, ശരീരത്തിൻ്റെ ശക്തി കൂട്ടുകയും ഭാരം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ ഭാരം കുറയ്ക്കുകയും ശക്തി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള ആഹാര നിയന്ത്രണവും എക്സർസൈസും ഒക്കെ ഇയാൾ ചെയ്തിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ തരത്തിലേക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അത്തരമൊരു വളരെ മുൻകൂട്ടിയുള്ള മുൻകരുതൽ. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴുമൊക്കെ ജയിൽ അധികൃതർക്ക് സംശയം തോന്നേണ്ടതാണ് ന്യായമായും. എന്തിനാണ് ഒരാൾ ഈ മട്ടിലൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷേ അങ്ങനെയൊന്നും ഒരു സംശയവും അവർക്ക് തോന്നിയില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ആ മട്ടിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല. സാധാരണ പോലെ വന്നു പോയി എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. ഈ ആയുധങ്ങളൊക്കെ അവസാനം പോകുമ്പോൾ പോലും ചെറിയ ചില ആയുധങ്ങൾ അയാളുടെ പക്കലുണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ എങ്ങനെ ഇയാളുടെ പക്കലെത്തി? അതുപോലെ ഇത് മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡുകൾ, 1-2 ബ്ലേഡെങ്കിലും വേണ്ടി വരും. ഒരു വലിയ കമ്പിയൊക്കെ മുറിച്ച് തീർക്കണമെങ്കിൽ ആ ബ്ലേഡ് എങ്ങനെ ഇയാളുടെ പക്കലെത്തി? അത് അയാൾ അവിടെ ജയിൽ മുറിയിൽ എത്രയോ ദിവസം സൂക്ഷിച്ച ശേഷമാവും ഇത് മുറിച്ചത്. അങ്ങനെ ഒരു പരിശോധനയൊന്നും ജയിൽ മുറിയിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അയാൾ പുറത്ത് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ പറയുന്നത് പുറത്ത് റിമാൻഡ് പ്രതികളുടെ വസ്ത്രമാണ് എടുത്തിട്ടതെന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റായെന്ന് അറിയില്ല. എന്തായാലും ജയിൽ അധികൃതർ തുടക്കം മുതൽ പറയുന്നത് പലതും കള്ളമാണ് എന്നത് വ്യക്തമാണ്. കാരണം ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ കഥകളൊക്കെ പലപ്പോഴും അധികൃതർ ഇങ്ങനെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി അവർ അങ്ങനെ സൃഷ്ടിച്ചാണോ എന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും അവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇയാൾ നേരത്തെ തന്നെ ഇതിന് മുൻകരുതൽ എടുത്തിരുന്നുവെന്നതും വ്യക്തമാണ്. ഇനി വ്യക്തമാകാനുള്ളത് അകത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നോ, ജയിലിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിരുന്നോ, അതാണ് ഇനി വ്യക്തമാകാനുള്ളത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം
KV ബൈജുവും കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ അതിനാടകീയമായി നടന്ന സംഭവവികാസങ്ങൾക്കൊടുവിൽ സാഹസികമായാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത്. ഗോവിന്ദചാമിയെ പിടികൂടിയത് ആശ്വാസമെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. ഗോവിന്ദചാമി പുറത്തിറങ്ങിയാൽ നടത്തിയതിനേക്കാൾ അപ്പുറം ക്രൂരത ചെയ്യും. ആരുടെയും സഹായമില്ലാതെ അയാൾക്ക് ജയിൽ ചാടാനാവില്ലെന്നും തൂക്കുകയറിനുമേൽ പ്രതി മറ്റ് ശിക്ഷയൊന്നും അർഹിക്കുന്നില്ലെന്നും സുമതി പ്രതികരിച്ചു. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, മനുഷ്യന് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയെടുത്ത ഒരു അവസ്ഥ എന്താണ്? അപ്പൊ ഇവനെ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളുടെയും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തീ തിന്നാണ്. ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞാൽ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിക്കും, എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇവനെ പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്ദി പറയുന്നത്. അകത്തുള്ള ആളിന്റെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഒരു കൊടുങ്കുഴലിന് പുറത്തു വരാൻ പറ്റുകയില്ല. രണ്ട്, ഈ കണ്ണൂർ ജയിലിനെ കുറിച്ച് ചില പരിഷ്കാരങ്ങൾ വേണമെന്ന ജയിൽ DGP കൊടുത്ത റിപ്പോർട്ട് നേരത്തെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നതിന് സാവകാശം ഉണ്ടായത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി നിൽക്കേണ്ടേ. കണ്ണൂർ ജയിലിന്റെ സൈഡിലുള്ള ചുറ്റുമതിലിന്റെ പൊക്കക്കുറവാണ് എന്നും പുറത്തു വയ്ക്കുന്ന ആളുകൾക്ക് അവിടെ അനധികൃതമായി കയറാനുള്ള സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇവിടെ ജയിൽ ചാടിയ വ്യക്തിയെ പിടികിട്ടി എന്നുള്ളത് താൽക്കാലികമായ ആശ്വാസമാണ്. പക്ഷേ ബാക്കി സ്ഥിരമായി അവിടെ ഉണ്ടാകുന്ന സ്ഥായിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. അതിനുള്ള നടപടി എടുത്തതിൻ്റെ എന്തായാലും ജയിലിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ കമ്പിയൊക്കെ മുറിക്കാൻ കുറെ ദിവസങ്ങൾ വേണം, മുറിക്കണമെങ്കിൽ ആക്സോ ബ്ലേഡ് വേണം. അപ്പോൾ ആക്സോ ബ്ലേഡ് കിട്ടണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പല ദിവസങ്ങൾ കൊണ്ടാണ് കമ്പി മുറിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏതായാലും ഈ കണ്ണൂർ ജയിൽ എന്ന് വെച്ചാൽ അവിടുത്തെ സൂപ്രണ്ടിനും വാസ്തവത്തിൽ അവർ വലിയ കൺട്രോളൊന്നുമില്ല. അവിടുത്തെ കൺട്രോൾ ഉള്ള ആൾക്കാർ വേറെ ആൾക്കാരാണ് ഇപ്പോഴും പ്രത്യേകിച്ചും.